ഇന്ന് മാലിന്യ നിർമ്മാർജ്ജനം വലിയൊരു പ്രശ്നമാണ്. അക്കൂട്ടത്തിൽ ഡീക്കേബിൾ പിന്നെ വേസ്റ്റുണ്ട്, ഡീക്കേ ചെയ്യാത്ത പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റുമുണ്ട്. അന്നേരം പ്ലാസ്റ്റിക് നമുക്ക് ശത്രുവും മിത്രവുമാണ്. പ്ലാസ്റ്റിക് ഇല്ലാതെ തന്നെ ഉപയോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അന്നേരം ആ സാഹചര്യത്തിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ച് 5-6 പറയുന്നത്. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കഴിയുന്നതും വേണ്ടെന്ന് പറയുക. റെഡ്യൂസ് അതിൻ്റെ ഉപയോഗം കഴിയുന്നത്രയും കുറയ്ക്കുക, റെഡ്യൂസ്. പിന്നെ റീയൂസ്, ആ പ്ലാസ്റ്റിക് കൂടുകൾ നമുക്ക് കിട്ടുന്നതിനൊക്കെ രണ്ടാമതും ഉപയോഗിക്കുക. നമ്മൾ സാധനം വാങ്ങിക്കാൻ അത് രണ്ടാമതും ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെയും ഉപയോഗിക്കുക. അന്നേരം നമ്മൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. റീയൂസ്, റിപ്പയർ, പിന്നെ പ്ലാസ്റ്റിക്കിനെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക. ഞാൻ ഈ കൂടുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്, ഈ കൂടുകളെല്ലാം തയ്ച്ചുപയോഗിച്ചിരിക്കുന്നതാണ്. അന്നേരം അതിനെ റിപ്പയർ ചെയ്താണ് ഉപയോഗിക്കുന്നത്. എന്നാൽ റീസൈക്കിൾ, ഇന്നിപ്പം പ്ലാസ്റ്റിക്കിൽ നിന്ന് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു പെട്രോളിയം പ്രോഡക്റ്റാണ്. ആ പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കാവുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവേഷക കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് പ്ലാസ്റ്റിക് ഒരു വേസ്റ്റല്ല, ഒരു വേസ്റ്റിൽ നിന്ന് വെൽത്താക്കാൻ സാധിക്കും. റംബുട്ടാൻ 2 തരമുണ്ട് നമ്മുടെ ഇവിടെ. ഒന്ന് മലേഷ്യൻ ടൈപ്പ്, രണ്ടാമത്തെ ശ്രീലങ്കൻ ടൈപ്പ്. ഇത് നമ്മൾ അരിയിട്ട് കിളിപ്പിച്ചാൽ ഇത് ആൺമരമാണോ പെൺമരമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്തത് ഒരു മലേഷ്യൻ ടൈപ്പ് എൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് വീഗ്രാഫ്റ്റ് ചെയ്ത് ഇത് മലേഷ്യൻ ടൈപ്പ് ആക്കിയതാണ്. മറ്റേത് അരിയിട്ട് കിളിച്ചാണ്, അത് എന്ത് മരമാണെന്ന് അറിയില്ല. ഈ റംബുട്ടാൻ മരം വളർത്തുന്നത് നമ്മളത് കുട പോലെ വളർത്തണം. കുട പോലെ വളർത്തിയില്ലെങ്കിൽ അത് എൻ്റെ കാഫലിക്ക് പറിക്കുന്നതും പിന്നെ ജന്തുക്കളും അണ്ണാനും വാവലും ഒക്കെ ഇത് വന്ന് പറിച്ച് തിന്ന് നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി കുട പോലെയാണ് ഇത് വളർത്തുന്നത്. കുട പോലെ വളർത്തുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതാണ് ഈ മലേഷ്യൻ ടൈപ്പ് റംബുട്ടാൻ്റെ കായ. ഇത് സാധാരണ നമ്മുടെ ഇവിടെ കിട്ടുന്ന ശ്രീലങ്കൻ ടൈപ്പ് നമുക്കിതിനകത്തെ മാതളം അടർത്തിയെടുക്കാൻ പറ്റില്ല. ഇത് അടർത്തിയെടുത്ത് സാലഡായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. കുട്ടിയുടെ അണ്ണാക്കിൽ ഇത് കടന്നുപോയി ശ്വാസതടസ്സമൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇത് പറിച്ചെടുത്തിട്ട് ഇത് അടർത്തിയെടുത്ത് അതിൻ്റെ പഴത്തിൻ്റെ മാതള ഭാഗം കുട്ടികൾക്ക് കൊടുക്കാവുന്ന അങ്ങനെ ഒരു അനർത്ഥത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ മറ്റേതിനേക്കാൾ സ്വീറ്ററുമാണ്. മുകളിലോട്ട് വളരുന്ന ഒരു കമ്പ് നമുക്ക് ഭൂമിക്ക് സമാന്തരമായിട്ട് വളർത്തിയാൽ കുട പോലെ ആക്കിയെടുക്കാൻ സാധിക്കും. ഓരോ പുതിയ കമ്പും ഇങ്ങനെ ചെയ്താൽ ഒരു തോട്ടിയുടെ അറ്റത്ത് ഈ പുതിയതായിട്ട് വരുന്ന ശാഖ പിടിപ്പിക്കുക. എന്നിട്ട് അതിനെ താഴോട്ട് വലിച്ച് ഇങ്ങനെ ഇട്ടിരുന്നാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഹൊറിസോണ്ടലായി. പിന്നെ അടുത്തതിനകത്തേക്ക് പോകും. അത് അടുത്തതിലോട്ട് പോട്ടെ. വേറൊരു രീതി, ഇങ്ങനെ കുട പോലെ വളർത്താനുള്ള വേറൊരു രീതി, ഒരു ചെറിയ
പിന്നെ പ്ലാസ്റ്റിക് വയറിൻ്റെ പ്ലാസ്റ്റിക് വള്ളിയുടെ അറ്റത്ത് 2 കല്ല് കെട്ടുക. എന്നിട്ടിത് അതിൻ്റെ പുറത്തൂടെ ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പം ഇത് നേരെ പോകേണ്ടത് ചെടി ഇതാ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വളർന്നത്. ചെറിയ ഭാരമുള്ള ഒരു കല്ല്. ഇത് കുട പോലെ വളർത്താൻ 2 രീതികൾ ഉണ്ട്. അതിലൊന്ന് 2 രീതികൾ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന 2 രീതികളുണ്ട്. ഒന്ന് തോട്ടി കൊണ്ട് പിടിക്കുന്നത്, മറ്റേത് കല്ല് കെട്ടിയിട്ടിട്ട് അത് ഹൊറിസോണ്ടലാക്കുക. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതും ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരും. എന്നിട്ട് ഈ കല്ല് ഇങ്ങോട്ടെടുത്ത് മാറ്റി വേറെ ഒരെണ്ണത്തിലിടാം. പിന്നെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കായ്ച്ച കഴിഞ്ഞാൽ അതിൻ്റെ കമ്പിൻ്റെ അറ്റം മുറിച്ച് കളയുന്ന ഇതാണ്. കമ്പിൻ്റെ അറ്റം മുറിച്ച് കളഞ്ഞാൽ അത് ഫംഗസ് ബാധയുണ്ടായി ആ കമ്പ് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒരു തരത്തിലും കമ്പൊടിഞ്ഞു പോയിട്ട് ഇത്രയും പൊക്കത്തിൽ പോയി മുറിക്കുന്നതും ബുദ്ധിമുട്ടാണ്. അന്നേരം 2 ഗുണമാണുള്ളത്. ഒന്ന്, പൊക്കത്തിലുള്ള കമ്പിനെ ചായച്ച് വളർത്താൻ സാധിക്കുന്ന കല്ല് കെട്ടിയിട്ടിട്ട്, അല്ലെങ്കിൽ തോട്ടി കൊണ്ട് പിടിച്ച് ചായച്ചിട്ടിട്ട്. അങ്ങനെ ആകുമ്പോൾ ഫംഗസ് ബാധ ഉണ്ടാകുകയില്ല, മുറിക്കുന്നതുകൊണ്ട് ഉള്ള ദോഷം ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഇത് ഇവിടെ എത്തിച്ചേർന്ന് ഒരു മനുഷ്യന് അവിടുന്ന് മുറിച്ച് കളയാനും ബുദ്ധിമുട്ടാണ്. അന്നേരം ആ ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്തതിൽ. ചെടിക്ക് യാതൊരു ദോഷവുമില്ല, എല്ലാ ഗുണങ്ങളും, ഗുഡ് ഓഫ് ഓൾ ആൻഡ് ഇൽ ഓഫ് നൺ, അങ്ങനെ ഒരു പ്രയോജനം ഇതിനുണ്ട്. ഇത് തേനീച്ചയുടെ കൂടുണ്ടാക്കാനുള്ള PVC പൈപ്പാണ്. PVC പൈപ്പിന് ഇത് 3 കമ്പാർട്ട്മെൻറ്റ്, 2 പാർട്ടീഷൻ വെച്ച് 3 കമ്പാർട്ട്മെൻ്റ് ആക്കുകയാണ്. ഇതിലൂടെ തേനീച്ച കയറാനുള്ള ഗേറ്റ്, ഇത് ഗേറ്റും അതിനുള്ള ഹോസുമാണ്. ഇതിനകത്തൂടെ കയറിയിട്ട് ഇതിനകത്ത് ബ്രൂഡിങ് ചേമ്പർ ആക്കും. ഇതിപ്പം ആദ്യമേ ഈച്ച കയറുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇത് ബ്രൂഡിങ് ചേമ്പറും പിന്നെ എല്ലാ പ്രോസസ്സും പൂമ്പൊടി ശേഖരിക്കുന്നതും എല്ലാം ഇതിനകത്ത് തന്നെ ചെയ്യും. പക്ഷേ ഈ 3 കമ്പാർട്ട്മെൻറ്റും തമ്മിൽ ഇൻ്റർ കണക്ഷനുണ്ട്. ഇതിനകത്തൂടെ ഒരു ഹോളിട്ട്, ഈച്ചയ്ക്ക് കടന്നു പോകാത്ത ഹോളിട്ടിട്ടുണ്ടെന്ന് ഇതിനകത്തൂടെ കയറി ഇവിടെ വരെ വരാം. പക്ഷേ ഇവിടെ അങ്ങ് അടച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങ് അടച്ചിരിക്കുകയാണ്. അന്നേരം തിരിച്ച് ഇതിനകത്തൂടെ തന്നെ അങ്ങ് പുറത്തോട്ട് പോകും. അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിനകത്ത് ഈച്ച കയറിയിട്ട്, അല്ലെങ്കിൽ ഈച്ച നമ്മൾ പിടിച്ച് വെച്ച് കഴിയുന്ന ഉടനെ ഈ ചേമ്പറിനകത്ത് ഇത് കയറിയിരുന്ന് മുട്ടയിടാനും ഒക്കെ തുടങ്ങും. പക്ഷേ മുട്ടയൊക്കെ ഇടാൻ തുടങ്ങുന്ന ഉടനെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ആവശ്യത്തിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് റാണി ഇങ്ങോട്ട് കയറി അടുത്ത ചേമ്പറിൽ വരും. അടുത്ത ചേമ്പറിൽ വരുന്നുണ്ട് ഈ പിന്നെ പെണ്ണീച്ചകൾ അവിടെ ചെന്നിട്ട് അതിനകത്ത് പിന്നെ ഹണിക്കോമ്പെന്ന് പറഞ്ഞാൽ അടകളുണ്ടാക്കും. അടകളുണ്ടാക്കിയാൽ റാണി അതിനകത്ത് മുട്ടയിടും. അതിനകത്ത് മുട്ടയിട്ടിട്ട് അതിനകത്ത് കുഞ്ഞ് വരികയാൻ തുടങ്ങും. പിന്നെ ഇതിനകത്ത് ഇവിടെയും സ്ഥലമുള്ളതുകൊണ്ട് അത്രയും സ്ഥലത്ത് അവർക്ക് ഇത്രയും ഈച്ച വരുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നുണ്ട്. അത് തിരിച്ച് ഇതിനകത്തോട്ട് കയറിപ്പം പൂമ്പൊടി ശേഖരിക്കുന്നത് ഇതിനകത്ത് ശേഖരിക്കും, ഹണി ശേഖരിക്കുന്നത് ഇതിനകത്തും ശേഖരിക്കും. അന്നേരം 3 കമ്പാർട്ട്മെൻറ്റിൽ, ഒരു കമ്പാർട്ട്മെൻറ്റിൽ ബ്രൂഡിങ് ചേമ്പർ, മറ്റേതിനകത്ത് പൂമ്പൊടി പോളൻ ഗ്രെയിൻ സൂക്ഷിക്കാനുള്ള സ്ഥലമാക്കി മാറ്റും. അടുത്തതിനകത്ത് ഹണിയും ശേഖരിക്കും. ഇനി നമ്മൾക്കിത് മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക്, ഇത് ഹണിയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ചെയ്യേണ്ടത്, നമുക്കിതൊന്നും തുറക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം തുറക്കാൻ വേണ്ടി ഇതാ ഈ അടപ്പ് അങ്ങോട്ട് ഊരിയിട്ട് ഇതാ ഇത് മാത്രം തുറന്ന് അതിനകത്തെ ഇതാ ഈ ഭാഗം മാത്രം തുറന്നിട്ട് ഇതിനകത്തുനിന്ന് ആ ഹണി അത് ബോൾസാണ്, ഒരു ഗ്രേപ്സ് പോലെ ഇരിക്കും. ഇതിൻ്റെ പിന്നെ തേൻ ശേഖരിക്കുന്നത് ഗ്രേപ്സ് പോലുള്ള ഒരു ഹണി ചേമ്പറിനകത്താണ് ശേഖരിക്കുന്നത്. അതിങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് ഇതങ്ങ് അടച്ചാൽ മതി. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലൊന്ന് കൊട്ടി കൊടുക്കാമെങ്കിൽ ഇതിനകത്ത് ഈച്ച എല്ലാം പുറത്തിറങ്ങി നമുക്കൊരു കുപ്പിക്കകത്ത് തന്നെ ശേഖരിക്കാം. കുപ്പിക്ക് 2 കിഴുത്ത ഇട്ട് കൊടുത്താൽ അതിനകത്ത് സുഖമായിട്ടിരുന്നോളും. നമ്മളിത് തുറക്കുന്നുണ്ടെങ്കിൽ ഈച്ചയൊന്നും പുറത്ത് വരികയില്ല, ആ കുപ്പിക്കകത്തിരുന്നോളും. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ ഹണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്നാൽ ഇവിടെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇവിടെ നമ്മളിത് തുറക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആ പൂമ്പൊടി അതിൻ്റെ കട്ട പൊട്ടിപ്പോകും. പിന്നെ ബ്രൂഡിങ് ചേമ്പറിനകത്ത് മുട്ടകളോ കുഞ്ഞുങ്ങളോ ഒക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഈ ഹണി ചേമ്പർ മാത്രം തുറന്ന് ഇതാണ് ഹണി ചേമ്പർ. ആ ഹണി ചേമ്പർ മാത്രം തുറന്ന് ഇതിനകത്ത് ഹണി എടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് ആ പൂർവ്വസ്ഥാനത്ത് തന്നെ കൊണ്ടുപോകാം. അന്നേരം ഇതിനകത്താണെങ്കിൽ ഉറുമ്പ് കയറാനുള്ള സാധ്യത കുറവാണ്. കാര്യം പക്ഷേ ഇതിനകത്ത് ഉറുമ്പ് കയറാത്ത വയ്യാത്തവണ്ണം നല്ല ടൈറ്റായിട്ട് ഇത് അടയ്ക്കാൻ സാധിക്കും. മറ്റേ നമുക്ക്
കലമാണെങ്കിലും ചട്ടിയാണെങ്കിലും വേറെ എന്ത് സാധനമാണെങ്കിലും ഇതിനകത്തോട്ട് ഉറുമ്പ് കയറാൻ സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നും നമ്മൾ ആൻഡ്വെല്ലും ഒന്നും പിന്നെ അതിനുള്ള പ്രിക്കോഷൻസ് ഒന്നും കൊടുക്കാതെ നമുക്കിത് സുഖമായിട്ട് ഉറുമ്പിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലപോലെ ഒരു കോളനിയെ സംരക്ഷിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന് മാനുഫാക്ചറിങ് കോസ്റ്റ് ഇതിന് ആകെ കൂടെ 150. ഈ 2 അടപ്പിന് 100 രൂപ ആകും. ഈ പൈപ്പിന് 50 രൂപയാകും. 150 രൂപ കൊണ്ടൊരു പിന്നെ തേനീച്ച കൂടാകും. അതേസമയത്ത് ഇന്ന് നമ്മളൊരു തേനീച്ച കൂടും കോളനിയും കൂടെ വാങ്ങിക്കണമെങ്കിൽ 1500 രൂപ കൊടുക്കണം. അന്നേരം നമുക്കൊരു ഇതിനകത്ത് തേനീച്ച കോളനി എടുക്കണമെങ്കിൽ പൈസയൊന്നും ഏറെ കൊടുക്കാതെ തന്നെ നമുക്ക് പിടിച്ചെടുക്കാവുന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ നേരത്തെ തന്നായിരുന്നു. ഇത് പിടിച്ചു കഴിഞ്ഞാൽ 1500 രൂപയായിട്ടുള്ള ഒരു ഹണി കോളനിയായി. പക്ഷേ അതിൻ്റെ അല്ല, ഹണി കോളനിയുടെ അല്ല, നമ്മൾക്ക് ഈ കുള്ളന്മാർ ചെയ്യുന്ന സേവനമുണ്ടല്ലോ, അതിന് വിലമതിക്കാൻ വയ്യാത്തതാണ്. കാര്യം നമ്മുടെ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോളൻ ഗ്രെയിൻസ് അതിൻ്റെ പോളിനേഷൻ നടത്തിയില്ലെങ്കിൽ ഉൽപ്പാദനമൊന്നുമില്ല. ഉൽപ്പാദനമില്ലാതെ തന്നെ കഴിക്കാനൊന്നുമില്ല. അങ്ങനെ ഐൻസ്റ്റീൻ പറഞ്ഞത് തേനീച്ച നഷ്ടപ്പെട്ടു പോയാൽ 4 കൊല്ലം കൂടെ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ്. മാവിലെ ഇതൊരു നാട്ടുമാവാണ്. ഈ നാട്ടുമാവിൻ്റെ ഇതേ തന്നെ ജനറ്റിക് ക്വാളിറ്റീസ് ഉള്ള ഒരു നാട്ടുമാവ് ഉൽപ്പാദിപ്പിച്ചെടുക്കണം എന്ന് മാത്രമല്ല, ഇത്രയും ഒരു ജയൻറ്റ് പ്ലാന്റ് ആകുകയും ചെയ്യരുത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുട്ടികൾക്ക് പറിക്കത്തക്കവണ്ണം ഒരു നാട്ടുമാവ് കായ്ച്ചു നിന്നാൽ പിള്ളേർക്ക് വളരെ സന്തോഷമായിട്ട് എന്നൊരു മാങ്ങ പറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അതിനുവേണ്ടി ഞാനിതിന്ന് ലെയർ ചെയ്തൊരു തൈ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ലെയർ ചെയ്യുന്നതിന് ചെയ്യേണ്ടത്, ഏത് മരത്തിൻ്റെ ആണോ ലെയർ ചെയ്ത് തൈ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു 2 ഇഞ്ച് കനത്തിൽ ആ ഭാഗത്ത് നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് തൊലി ചെത്തിക്കളയുക. തൊലി ചെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ കമ്പോസ്റ്റ്, മണൽ, ചകിരിച്ചോറ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പൊതി പോലെ ഉണ്ടാക്കുക. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇതിന് ചുറ്റും കെട്ടുക. ചുറ്റും കെട്ടിയിട്ട് അത് ആദ്യം ഒരു ദിവസം ഇത് തൊലി ചെത്തിയിട്ട് ഒരു ദിവസമെങ്കിലും ഉണങ്ങാൻ അനുവദിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ തൊലി കയറി മുറ്റി ബ്രിഡ്ജ് ചെയ്ത് പിന്നെ വേരുണ്ടാകാതിരിക്കും. അതിന് നമ്മൾ തൊലി ചെത്തി കഴിഞ്ഞിട്ട് ഒരു ദിവസം അത് തുറന്ന് വെച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൊലി കയറി മുറ്റി ബ്രിഡ്ജ് ചെയ്യുകയില്ല. അന്നേരം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം പോട്ടിംഗ് മിശ്രിതം പോലെ ലെയറിങ് മിശ്രിതം ഉണ്ടാക്കി അതിൻ്റെ പുറത്തുകൊണ്ട് നല്ലവണ്ണം കെട്ടിയിട്ട് അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കൂടെ കെട്ടിവെക്കുക. പ്ലാസ്റ്റിക് അടിയിൽ വെച്ചിട്ട് മറ്റെല്ലാം അകത്താക്കി ഇതിന് വെച്ച് കെട്ടിവെക്കുക. കെട്ടിവെച്ച് കഴിഞ്ഞ് ശാസ്ത്രീയമായിട്ട് ഇപ്പം കാർഷിക സർവകലാശാലയൊക്കെ പറയുന്നത് അതിനകത്ത് പിന്നെ വെള്ളം അതിനകത്ത് ഒഴിക്കരുത്, അല്ലെങ്കിൽ അതിനകത്തൊന്നും ഈർപ്പം പുറത്ത് പോകരുതെന്നാണ്. പക്ഷേ പ്രായോഗികമായിട്ട് ഞാൻ ചെയ്ത ഉടനെ ഫലപ്രദമായിട്ട് ഞാൻ കാണുന്നത് ഈ ലെയറിങ് മിശ്രിതം ഉണ്ടാക്കിയിട്ട് ലെയറിങ് മിശ്രിതമല്ല, ലെയറിങ് മെറ്റീരിയൽ സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് തൊലി ചെത്തിയ എൻ്റെ സ്ഥാനത്ത് അതങ്ങോട്ട് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക്കും വെച്ച് കെട്ടുക. എന്നിട്ട് ഇത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന കമ്പാണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ മുകൾ ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇടുക. ഹൊറിസോണ്ടലായിട്ട് ഇടുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടലായിട്ടുള്ള ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാസ്റ്റിക് അല്പം തുറന്നിടുക. എന്നിട്ട് എല്ലാ ദിവസവും ഇത് നനയ്ക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വേര് വന്ന് അത് 2 ദിവസം ഉണങ്ങിപ്പോയാൽ ആ വന്ന വേരെല്ലാം പോകും. പിന്നെ പുതിയ വേരുണ്ടാകാൻ ഉള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് ആദ്യം സ്പ്രൗട്ട് ചെയ്ത വേര് ഒരു തടസ്സവുമില്ലാതെ വളരാൻ അനുവദിച്ചാൽ അതിൻ്റെ വേര് ശക്തമായിട്ട് വളരും. ഒരു 3 മാസം കഴിയുന്നതിന് ഒന്നാന്തരം ഒരു ചെടി നമുക്ക് അതിനകത്തുനിന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ചെടി 3 കൊല്ലം കഴിയുന്നതിന് നമുക്ക് കായ്ക്കും. അത് വലിയ ജയൻ്റ് മരമാകാതെ ഒരു ഡ്വാർഫ് തരത്തിലുള്ള നമുക്കൊക്കെ പിള്ളേർക്കൊക്കെ അതിൻ്റെ മാങ്ങ പറിക്കത്തക്കവണ്ണമുള്ള ഒരു ചെടി കിട്ടും. ബുദ്ധിമുട്ടുമില്ലാതെ 2 മാവിൻ്റെ അതേ ജനറ്റിക് ക്വാളിറ്റീസുള്ള ഒരു മാന്തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. മാംഗോസ്റ്റിൻ സാധാരണ അത് അരിയിട്ട് കിളിപ്പിച്ചാലേ കായ്ക്കുള്ളെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനൊരിടത്ത് ഇത് പിന്നെ ബഡ് ചെയ്തത് കിളിച്ച് അത് കായ്ച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാനിവിടെ മാംഗോസ്റ്റിൻ ബഡ് ചെയ്തിട്ടുണ്ട്. ബഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് ഇത് പേരയാണ്. പേരയുണ്ട്. ഒരു 3 ചേർന്ന 1 കിലോ ആകുന്ന പേരയ്ക്കാണ്. അത് ആദ്യമേ ഉണ്ടാകുന്നതാണെങ്കിൽ 2 1 കിലോ കാണും. ഇങ്ങനെയുള്ള പേരയുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് ബീൻസ് എന്ന് പറയുന്ന ചതുരപ്പയറുണ്ട്.
ക്വീൻ ഓഫ് ബീൻസ്. പിന്നെ 1.5 കൊല്ലം നിന്ന് കായ്ച്ചു തരുന്ന പയറുണ്ട്. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ 1.5 കൊല്ലം 2 കൊല്ലം അത് തുടർച്ചയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ പയറുണ്ട്. അതും എല്ലാം ഇതിനകത്ത് ഈ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ടൈപ്പിലാണ് ഞാനത് വളർത്തിയിരിക്കുന്നത്. നമ്മളൊരു ഇംപ്രവൈസ്ഡ് മിസ്റ്റ് ചേമ്പർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ആ കമ്പിളിനാരകത്തിൽ ഒട്ടിച്ച ചെറുനാരകത്തിൻ്റെ തൈ നമ്മൾ മുറിച്ചിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അതിന് 4-5 ദിവസം അതിന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് നമ്മൾ പരിചരിക്കണം. അല്ലെങ്കിൽ അത് വാടി ഇല എങ്ങാനും പിന്നെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മിസ്റ്റ് ചേമ്പർ ഉണ്ടാക്കുന്നത്. അതിന് ആ ചെടി നമ്മൾ അതിനകത്തുനിന്ന് ചെറുനാരകത്തിൽ നിന്നും മുറിച്ചെടുത്തു. കമ്പിളിനാരകത്തിലാണ് അത് വളരുന്നത്. മുറിച്ചെടുത്തുടനെ അതിന് ചെടിൻ്റെ ഒരു ഷോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഷോക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കൂട്ടിനകത്ത് ഇതെടുത്ത് വെക്കുന്നു. ഇത് നമ്മൾ അതിനകത്തുനിന്നും മുറിച്ചെടുത്തുടനെ അതിനൊരു ആ കട്ടിങ്ങിൻ്റെ ഷോക്ക് ഉണ്ടായി ചിലപ്പം ഇല വാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇല വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മിസ്റ്റ് ചേമ്പർ ഉണ്ടാക്കുന്നത്. മിസ്റ്റ് ചേമ്പറിന് ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് പ്ലാസ്റ്റിക് കൂടാണ്. ഇതിപ്പം ചെടി ഈ കൂടിനകത്തായി. അന്നേരം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പിന്നെ ഫോട്ടോസിന്തസിസ് പ്രഭകലനം നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഇതിനകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കും. പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് അത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കും. അതേസമയത്ത് രാത്രി സമയത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് പുറത്തു വരും. അന്നേരം അത് ഈ ചെടി വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം. അതേസമയത്ത് ചെടിക്കകത്ത് ഉള്ള വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്. കാര്യം അതിൻ്റെ മദർ പ്ലാന്റുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അന്നേരം അതിന് ഇതിനകത്ത് വളരുന്ന ചെറുനാരകത്തിൻ്റെ ഭാഗത്തിന് വെള്ളം കിട്ടാൻ അല്പം ഉണ്ടാകാതിരിക്കാം. അതിനു വേണ്ടിയാണ് മിസ്റ്റ് ചേമ്പർ ഉണ്ടാക്കിയിരുന്നത്. മിസ്റ്റ് ചേമ്പറിനകത്ത് നമ്മൾ ഈ ചെടിയെടുത്ത് ഈ കൂടിനകത്ത് വെച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൂടിനകത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ചിരട്ടയ്ക്കകത്ത് കുറേ വെള്ളമെടുത്ത് ഇതിനകത്ത് വെക്കുന്നു. ഇതിനെ ലീക്ക് പ്രൂഫായിട്ട് ഇതിനകത്ത് കെട്ടിവെക്കുന്നു. അന്നേരം ഈ ചെടിയിൽ നിന്ന് ട്രാൻസ്പിറേഷൻ മൂലം വെള്ളം നഷ്ടപ്പെട്ടു പോയാൽ പോലും തുടർച്ചയായിട്ട് ഇവാപ്പറേഷൻ നടക്കുകയില്ല. കാരണം ഇതിനകത്ത് ഈ ഉള്ള വായു സാച്ചുറേറ്റഡ് എയർ ആകുന്നു. സാച്ചുറേറ്റഡ് എയർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ഇവാപ്പറേഷൻ നടക്കുകയില്ല. അന്നേരം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിന് സംഭവിക്കുന്നില്ല. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്ക് വരുന്നത്, വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അന്നേരം എപ്പോഴും ഇതിനകത്ത് ഒരു മിസ്റ്റ് ഉണ്ടായിരിക്കും. മിസ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടെ ഇവാപ്പറേഷൻ നടക്കുകയില്ല. അങ്ങനെ ആയിരിക്കുമ്പം ആ ചെടിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ മൂലം ചെടിയുടെ ഇല വാടിപ്പോകാൻ നമ്മൾ ഈ മുറിച്ചെടുത്ത ചെറുനാരകത്തിൻ്റെ കമ്പ് വാടിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതൊരു 3 ദിവസം വെച്ചിരുന്നാൽ ഇത് സ്വയം പര്യാപ്തമാകും ഇങ്ങനെ ഇതിനകത്തിരുന്നിട്ട്. ഇപ്പോൾ ഈ ചെടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് ഇത് മുഴുവൻ മിസ്റ്റ് നിറഞ്ഞിരിക്കുന്നതാണ്. അന്നേരം ഇതിങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് ഒരു ശകലം പോലും വാടുകയോ ഉണങ്ങുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യമാണ് ഉണ്ടാകുമ്പോൾ. അന്നേരം നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും നമ്മൾ ഈ മുറിച്ചെടുത്തത് ഉണങ്ങിപ്പോകുന്നില്ലെന്നുള്ളത്. അതാണ് ഈ നമ്മുടെ ഇംപ്രവൈസ് ചെയ്ത മിസ്റ്റ് ചേമ്പറിൻ്റെ. മറ്റ് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള എയർ കണ്ടീഷനിങ് ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇംപ്രവൈസ് ചെയ്ത് ഒരു മിസ്റ്റ് ചേമ്പർ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്ന എല്ലാത്തരം ഈ ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നതിന് ഈ ഇംപ്രവൈസ്ഡ് മിസ്റ്റ് ചേമ്പർ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ കൃഷി ലാഭമെന്നുള്ള ലാഭക്കണ്ണോടുകൂടി കാണാതെ നമ്മൾ കൃഷി അതിൻ്റെ അധ്വാനം തന്നെയാണ് നമ്മുടെ ലാഭം. നമ്മൾ കൃഷി ചെയ്താൽ അധ്വാനിച്ചെങ്കിലേ കാര്യം നടക്കുള്ളൂ. അധ്വാനമില്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം. ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ പിടിച്ചിട്ട് നമ്മൾ ആശുപത്രിയിൽ പോയി വേണമെങ്കിൽ 6-8 മണിക്കൂർ കാത്തിരുന്ന് വേണം ഒരു ഡോക്ടറെ കാണാൻ. 8 മണിക്കൂർ കാത്തിരുന്നിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം നഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈ രോഗബാധ കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ നാൾ നമ്മൾ പ്രവർത്തനക്ഷമമല്ലാതെ ജീവിതം കഴിക്കേണ്ടി വരും. അതിന് പകരം നമ്മൾ അല്പം അധ്വാനിച്ചാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഷമയമാണ്. പിന്നെ ശ്വസിക്കുന്ന വായു വിഷം കലർന്നതാണ്. പിന്നെ ഈ മണ്ണും വെള്ളവും മുഴുവൻ വിഷലിപ്തമാണ്. അന്നേരം
ഇതെല്ലാം കഴിച്ചാൽ നമ്മൾ അധ്വാനിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടുപോയ വിഷവസ്തുക്കൾ പുറത്ത് കളയാൻ യാതൊരു മാർഗവുമില്ല. അന്നേരം ഈ വിഷങ്ങളാണ് നമ്മളെയൊക്കെ രോഗികളാക്കുന്നത്. ഈ വിഷങ്ങൾ ഇങ്ങനെ ആകാൻ കാരണം നമ്മൾ കഴിക്കുന്നതും ശ്വസിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വിഷലിപ്തമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും പിന്നെ ദ്രാവകങ്ങളും ഒക്കെയാണ്. അന്നേരം അത് മാറ്റണമെങ്കിൽ അധ്വാനം വേണം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറികളെ വിഷവിമുക്തമാക്കാൻ വെജ് വാഷ്. ക്ഷീര കർഷകർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി. ആടുവളർത്തലിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. പച്ചക്കറികളെ വിഷവിമുക്തമാക്കാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ചേർത്ത് വെജ് വാഷ് എന്ന ലായനി കാർഷിക സർവകലാശാല വികസിപ്പിച്ചു. വ്യാവസായിക അടിസ്ഥാനത്തിൽ വെജ് വാഷ് നിർമ്മിക്കുന്നതിന് സർവകലാശാലയെ സമീപിക്കുന്നവർക്ക് ആശയം കൈമാറും. ഇതിന് കാർഷിക സർവകലാശാലയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷം 25,000 രൂപ ഫീസ് അടച്ച് ഗവേഷണ വിഭാഗം ഡയറക്ടറുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഡയറക്ടർ ഓഫ് റിസർച്ച്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ. ഫോൺ നമ്പർ 04872438 ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന 2 ലക്ഷത്തിൽ പരം ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്നു. കേരളത്തിലെ 3350 ക്ഷീരസംഘങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കും. ആനുകൂല്യങ്ങൾക്കായി ക്ഷീരകർഷകർ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടണം. നിർദ്ദിഷ്ട ഫോറത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ എന്നിവ ഉൾപ്പെടെ അപേക്ഷകൾ ക്ഷീരസംഘങ്ങളിൽ സമർപ്പിക്കണം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ആടുവളർത്തലിനെ കുറിച്ച് കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രം 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. സെപ്റ്റംബർ അവസാന വാരമാണ് പരിശീലനം. ആടുവളർത്തൽ കേന്ദ്രം സന്ദർശിച്ച് പ്രായോഗിക പരിശീലനവും ആടുവളർത്തലിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശദമായ ക്ലാസും നൽകും. 40 പേർക്കാണ് പരിശീലനം നൽകുന്നത്. യുവ സംരംഭകർക്ക് മുൻഗണന നൽകും. താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടേണ്ട വിലാസം: ചീഫ് വെറ്റിനറി ഓഫീസർ, ജില്ലാ വെറ്റിനറി കേന്ദ്രം, കാസർഗോഡ്. ഫോൺ നമ്പർ 0499422424. കോഴിക്കോട് പയ്യോളി കൃഷിഭവൻ പരിധിയിൽ വാഴ കൃഷി ചെയ്ത കർഷകർക്ക് SHM പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകും. 50 വാഴയെങ്കിലും കൃഷി ചെയ്തിരിക്കണം. മഞ്ഞൾ കൃഷി ചെയ്ത കർഷകർക്കും ഈ ആനുകൂല്യം ലഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 5 ആണ്. കർഷക പെൻഷൻ അർഹരായ കർഷകർ സെപ്റ്റംബർ 12-നകം ബാങ്ക് പാസ്ബുക്ക് പയ്യോളി കൃഷിഭവനിൽ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് 049526000150 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 16,200 രൂപ, കോഴിക്കോട് 16,800 രൂപ, തൃശൂർ 16,050 രൂപ, കൊപ്ര കൊച്ചി 11,100 രൂപ, കോഴിക്കോട് 10,800 രൂപ, തൃശൂർ 10,700 രൂപ. കുരുമുളക് അൺഗാബിൾഡ് കിൻഡലിന് 69,400 രൂപ, ഗാബിൾഡ് 72,400 രൂപ, ചുക്ക് മീഡിയം 30,500 രൂപ, ബെസ്റ്റ് 32,000 രൂപ, മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 24,000 രൂപ മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, RSS 4 ഗ്രേഡ് 12,700 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,100 രൂപ, RSS 4 ഗ്രേഡ് 12,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 16,200 രൂപ, കൊപ്ര 11,100 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69,400 രൂപ, ഗാബിൾഡ് 72,400 രൂപ, ചുക്ക് മീഡിയം 30,500 രൂപ, ബെസ്റ്റ് 32,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ,
അടയ്ക്ക പുതിയത് 24,000 രൂപ മുതൽ 25,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 270 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 480 രൂപ വരെ. ജാതിപത്രി 700 രൂപ മുതൽ 800 രൂപ വരെ. ഗ്രാമ്പു 900 രൂപ മുതൽ 1010 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, RSS 4 ഗ്രേഡ് 12,700 രൂപ. ഒട്ടുപാൽ 8,000 രൂപ. ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ദക്ഷിണേന്ത്യൻ വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് കരുത്ത് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞെങ്കിലും കൊപ്രക്ഷാമം രൂക്ഷമായത് മില്ലുകളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകൾ വീണ്ടും കൊപ്രയ്ക്കായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 16,200 രൂപയിലും കൊപ്ര 11,100 രൂപയിലുമാണ്. റബ്ബർ ഉൽപ്പാദകർ വ്യാവസായികളുടെ തിരിച്ചുവരവിനെ ഉറ്റുനോക്കുന്നു. ഓണം അടുത്തതോടെ ചെറുകിട കർഷകർ കൈവശമുള്ള ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറക്കുന്നുണ്ട്. ടയർ കമ്പനികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയതിനാൽ 4ാം ഗ്രേഡ് കിലോ 127 രൂപയിൽ തുടരുകയാണ്. കുമളിയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിനെത്തിയ മുഴുവൻ ചരക്കും ലേലം കൊണ്ടു. മൊത്തം 37,712 കിലോ ഏലക്കയാണ് ലേലത്തിന് വന്നത്. ആഭ്യന്തര വിദേശ ഡിമാൻഡിൽ മികച്ച ഇനം 1,081 രൂപയിലും ശരാശരി ഇനങ്ങൾ 784 രൂപയിലും കൈമാറി. ഏലം അവധി നിരക്കുകൾ ഇന്ന് നേട്ടത്തിലാണ്. ഹൈറേഞ്ചിൽ നിന്ന് ടെർമിനൽ മാർക്കറ്റിലേക്ക് കുരുമുളക് എത്തിയെങ്കിലും കയറ്റുമതിക്കാർ ഉൽപ്പന്നത്തിൽ താൽപ്പര്യം കാണിച്ചില്ല. ഗാബിൾഡ് കുരുമുളക് 72,400 രൂപയിലാണ് നീങ്ങുന്നത്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 27.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6. കോഴിക്കോട് 29.5, 24. കൊച്ചി 29.8, 23.8. ആലപ്പുഴ 29.1, 23.5. പുനലൂർ 29.2, 22.5. തിരുവനന്തപുരം 30.5, 32.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.